ഗൈസ്, ഇന്നാണ് ആ ദിവസം. ഞാൻ ജീവിതത്തിൽ എന്ത് തീരുമാനം ആനിവേഴ്സറി ഒക്കെ വരുമ്പോ ഇതൊന്നും ഞാൻ കട്ടാക്കൂല. പിച്ചു പോയിട്ടുണ്ട്. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ പരിപാടി എന്താ വെച്ചാല് നവംബർ 2 ആനിവേഴ്സറിയാണ്. ഈ വീഡിയോ ചിലപ്പോൾ വരാന് വൈകും, ചിലപ്പം അന്ന് തന്നെ വരും. എന്താന്ന് എഴുതില്ല. എല്ലാ ആനിവേഴ്സറിക്കും ഈ കഴിഞ്ഞ 4 ആനിവേഴ്സറിക്ക്, ലാസ്റ്റ് ആനിവേഴ്സറിക്ക് എന്ന് പറയുന്നത് ചെറിയപ്പോൾ തിരുപ്പൂരേന് ആ ഒരു കയറിയ ടൈം ട്രെയിനിങ്ങും കാര്യമൊക്കെ ആയിട്ട് അങ്ങനെ പോയതേന്. പിന്നല്ല 3 ആനിവേഴ്സറി പറഞ്ഞ കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റത്തെ ആനിവേഴ്സറി പറഞ്ഞാൽ കടവും കള്ളിയും പ്രസവവും അങ്ങനെയാണ്. കടവും കളിയും പ്രസവമൊക്കെ ആയിട്ട് ചെറിയപ്പോൾ ഫസ്റ്റ് നാട്ടിലെ ഒരു 1.5 കൊല്ലം കഴിഞ്ഞ് പിന്നെ ചെറിയപ്പോൾ ഗൾഫിൽ പോയ ടൈമേന് അന്ന് ആനിവേഴ്സറി ഗിഫ്റ്റ് ഞാൻ കൊടുത്തേന്. പിന്നെ ചെറിയപ്പോൾ എനിക്കും തന്നീന്. പിന്നത്തെ ആനിവേഴ്സറി 2, 3, 4 കൊല്ലത്തെ ആനിവേഴ്സറി അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. കാരണം രണ്ടാളും ഒപ്പമല്ല. അന്ന് ചെറിയ അപ്പൂൻ്റെ ഞാൻ പ്രസവം കഴിഞ്ഞ് 90 ആവുന്ന ടൈമിലേന് ഞങ്ങൾ ആനിവേഴ്സറി, ഫസ്റ്റ് ആനിവേഴ്സറി. അന്ന് എനിക്ക് ഞാനറിയാത്ത കൂട്ടുകാരത്തിനോട് പറഞ്ഞ് അന്നിങ്ങനെ ഞാൻ എൻ്റെ കൂട്ടുകാരത്തിനോട് പറഞ്ഞൊരു ചിത്രം വരുത്തിച്ചേന് ഞാൻ ചെറിയപ്പന് അങ്ങനത്തെ ഒന്നും വലിയ ഇഷ്ടമല്ല, എന്നാൽ തേടുവേനു. അതിൽ ഞാൻ അയച്ചു കൊടുത്തപ്പോൾ ചെറിയപ്പോൾ കണ്ടിട്ട് അതിൽ ഞാൻ അങ്ങനെ ചെയ്താൽ നിങ്ങൾക്കൊരു ഒരിത് സർപ്രൈസ് ആയിട്ട് നിങ്ങൾക്ക് തന്നിട്ട് എന്താ ഇങ്ങനെയൊക്കെയാണ് കാട്ടിൽ ഒരു ആനിവേഴ്സറി ആയിട്ടാണ്. ഞാൻ ആനിവേഴ്സറി ഹാപ്പി ആനിവേഴ്സറി എന്നൊക്കെ പറഞ്ഞ സ്റ്റാറ്റസ് ഇട്ട് ചടങ്ങറായിട്ട് ഞാൻ ഡിലീറ്റ് ആക്കി. ആർക്കും വേണ്ടി പുറത്തിട്ട് ഞാൻ ഇടുന്നില്ലാന്ന് ഡിലീറ്റ് ആക്കി. അതിൽ പിന്നെ ഒരു ഉച്ചക്കായപ്പോൾ അന്ന് 1-2 പറഞ്ഞ് അങ്ങനെ നിന്നിട്ടോ. പിന്നെ പിറ്റേന്ന് ഒരു ഉച്ചക്കായപ്പോൾ ചെറിയപ്പൻ്റെ കൂട്ടുകാരനും എൻ്റെ കൂട്ടായത്തിയാണ് കെട്ടിക്കണം. പോലെ രണ്ടാളും പെരിയേക്ക് വന്ന് എനിക്ക് ഒരു മഞ്ഞ ഡ്രസ്സും വൈറ്റ് പെയിൻറ് ഷാളും തന്ന്. ആദൂന് അതേമാതിരി ഡ്രസ്സ്, ഒരു കുഞ്ഞ് ഷൂ മാതിരി ഒരു ഷൂ, പിന്നെ ഒരു ഡയറി മിൽക്ക്, ഒരു ബോക്സ് നിറച്ച് മുട്ടായിട്ടോ. കാരണം ആദ്യമായിട്ടാണ് കയ്യിൽ കിട്ടുന്നത്. നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും കൊടുക്കണം, ഇങ്ങോട്ട് കിട്ടണം. ഒന്നും ഉണ്ടായിട്ടല്ല ആരും ബോധ്യപ്പെടുത്താനോ മറ്റോലെ ജീവിതം അങ്ങനെ കിട്ടാനോ ഒന്നുമില്ല. അതൊക്കെ കിട്ടുമ്പോൾ നമുക്ക് നമ്മളതായ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവും. കിട്ടാൻ ആഗ്രഹിച്ചുണ്ടാവും, എന്നാൽ കിട്ടണമില്ല. ഇത്രയും കാലമായിട്ട് അങ്ങനെ കിട്ടിയിട്ടൊന്നുമില്ല. എന്നാലും ഞാൻ ചെറിയാപ്പൂന് അങ്ങനെ അറിയാതെ എന്നൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി ഞാൻ കൊടുക്കും. അപ്പോൾ 3 ആനിവേഴ്സറി ആയിട്ട് ഒന്നുമില്ല, അങ്ങോട്ടും ഇല്ല. അപ്പോൾ ഇപ്രാവശ്യം എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ ഫ്രെയിമും കാര്യമൊക്കെ ഇങ്ങനെ ഒരു ഇൻസ്റ്റാ പേജിൽ ഇങ്ങനെ ഓർഡറും കാര്യമൊക്കെ കൊടുത്തേക്കണ്. ഗിഫ്റ്റ് കിട്ടിയിട്ട് ഞാൻ കാട്ടി തരാം കേട്ടോ, വേറെ പേജും കാര്യമൊക്കെ. എന്നിട്ട് അതേമാതിരി ഓർഡർ കൊടുത്തേക്കണേ. ഒരു ടീഷർട്ട് വാങ്ങി കൊടുക്കുന്നുണ്ട്. ചെറിയപ്പോൾ എന്നാ ഇതെന്ന് വെച്ചാൽ അറിയില്ല. വരുന്നാന്ന് ചിലപ്പോൾ അത് കൊടുക്കും, ആനിവേഴ്സറി ആയിട്ട് കൊടുക്കും. അല്ലാതെ ഇവിടെ ഇല്ല ഡേറ്റ് കഴിയാനും ആനിവേഴ്സറി ആയിട്ടൊന്നും കൊടുക്കാനും പറ്റൂല. അങ്ങനെ നീണ്ടു പോകുള്ളൂ. അപ്പോൾ ഏകദേശം 5 കൊല്ലമായില്ലേ. 5 കൊല്ലം നിശ്ചയം കഴിഞ്ഞിട്ട് 5-8 കൊല്ലമായി ഞങ്ങളൊപ്പം നടത്തി തുടങ്ങിയിട്ട്. അപ്പോൾ എന്താണ് 9-ാം തീയതി ചെറിയാപ്പൂൻ്റെ കസിൻ്റെ കല്യാണം ഉണ്ട്. അപ്പോൾ ചെറിയാപ്പൂ അതിൻ്റെ ഇടയിൽ എന്നേലും വരും. 2-ാം തീയതി അവഞ്ഞ് 2 ദിവസമുള്ളൂ. ചെത്തോ ഇല്ലേന്നൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ ഷർട്ട് ടീഷർട്ട് ഇട്ട് ഞാൻ അളവിനൊരു ഷർട്ടൊക്കെ സഞ്ചിയിൽ കയ്യെ പിടിച്ചിങ്ങനെ അറിയൂല. ഒരു കിളിപ്പച്ച കളർ എടുക്കണമെന്നുണ്ട്. കിട്ടുമോ? കുറേ ഞാൻ പറയുന്നത് എടുക്കാൻ പോകുമ്പോൾ കിളിപ്പച്ച എടുത്തതിൻ്റെ കിട്ടുമോ? അപ്പോൾ ഒരു ഐഡിയ ഉണ്ടാവില്ല എടുക്കാൻ പോണത്. പിന്നെ ഇങ്ങോട്ട് കിട്ടുന്നുണ്ടോ ഇല്ലേന്നൊന്നും ഞാൻ നോക്കണില്ല. അങ്ങോട്ട് കൊടുക്കണം. അപ്പോൾ പോയോക്കട്ടെ. നമ്മളെ മരുന്നും കാര്യമൊക്കെ വാങ്ങൽ കഴിഞ്ഞ് നമ്മൾ ചെങ്ങായിനെ നഴ്സറിയിൽ പോയി കൊണ്ടുവരികയാണ്. ഏകദേശം 3 മണി ആയിട്ടോ. ഇനി നേരെ എടക്കര പോകണം. എടക്കര പോയിട്ട് ടീഷർട്ടും കാര്യമൊക്കെ സെലക്ട് ആക്കണം. വലിയപ്പോൾ വിളിച്ച് പറയില്ല തോന്നുന്നുണ്ട്. ഒരു ടീഷർട്ടാണ് വിചാരിച്ചാൽ ഷർട്ട് നല്ല ഉണ്ടോ നോക്കണം. വിളിച്ച് ചോദിച്ചാത്തതുകൊണ്ട് എന്തെടുക്കാന്നൊരു കൺഫ്യൂഷൻ, ഒരു പേടി. അത് ഏതായാലും നല്ലത് കിട്ടിയത്. നമ്മൾ കാര്യമായിട്ട് എടുക്കാൻ പോകുമ്പോൾ നല്ലത് ഉണ്ടാവില്ല, അല്ലാതെ എടുക്കാൻ പോകുമ്പോൾ നല്ല കണ്ണ് കാണും കേട്ടോ. അപ്പോൾ പൈസ ഉണ്ടാവില്ല. അപ്പോൾ ഏതായാലും പോയി എടുത്തിട്ട് കാണാം. ഒറ്റക്കായതുകൊണ്ട് അവിടെ ക്യാമറ എടുക്കൽ എടുക്കുമെന്ന് അറിയില്ല. ഏതായാലും പോട്ടെ. നമ്മളെ വണ്ടി അവിടെ വെച്ചിരിക്കണേ. ഞാൻ ഈ കടയിലാദ്യം കയറി നോക്കട്ടെ. പൊളിച്ചേരിയ ആറ് കയറി നോക്കട്ടെ. എന്നോട്ടെന്നറിയില്ല. പോവാ. നമ്മളിവിടെ ഒന്ന് സെലക്ട് ആക്കിയിട്ടില്ല, നോക്കി വെച്ചിരിക്കണേ. ചിലപ്പോൾ തന്നെ എടുക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ ഒന്ന് എടുക്കണമെന്നുണ്ട്. അതോ ഇപ്പച്ചക്ക് രസമുണ്ടോ? ഉണ്ടോ? കാര്യം പറയും. നമ്മള് കണ്ടായിട്ട് തന്നെ വാങ്ങിയേക്കണ കിളിപ്പച്ച ചെറിയപ്പൊന്നില്ല. ഈ ക്യാമറ കാണുന്ന കളറല്ല ഇട്ടത്. നേരെ പെരിക്കോട്ടെ. അങ്ങനെ നമ്മൾ ഇടയ്ക്കുന്ന ഡ്രസ്സും കാര്യമൊക്കെ വാങ്ങി വന്നപ്പോൾ നിങ്ങളെ
സെലിബ്രിറ്റികളൊക്കെ നമ്മള് വരുന്ന മുറ്റത്തുണ്ട്. നിന്റെ കുട്ടീനെ സെലിബ്രിറ്റി ആട്ടോ ഇത് ലൈവായി കണ്ടോടിട്ടോ. എന്റെ കുട്ടീന്റെ അത് പൊട്ടിച്ചോ. ഏതായാലും വൈബ് കുട്ടിയെ അയിമ ചവിട്ടിയപ്പോഴല്ലേ ബേക്ക് പോയത് ഞാൻ. ആ അപ്പൊ പോണ്ടല്ലോ. എന്റെ ചെറുപ്പല്ല അതും എന്റെ ചെറുപ്പാണ് അതും. ഇന്റെ മിക്കവാറും ചേരാൻ ചാൻസ് ഉണ്ടല്ലോ. അനിയന്റെ ആക്കേണ്ടി വരും. ക്യാമറമാൻ അവിടെ ഉണ്ട് കേട്ടോ. ക്യാമറമാന്റെ കാലിന് പരിക്കാണ്. ഇവിടെ കാലിന് കഷ്ടമാണ് അയച്ചറിഞ്ഞില്ലേ. എന്റെ കാലിന് പൊട്ടുണ്ട് പറഞ്ഞല്ലേ ഷെഫീക്ക്. ലിഗമെന്റ് നന്നായി. അമ്മായിക്ക് കമ്പനി ആയല്ലോ. എവിടെയാണ് അടി? ബെഡ് റെസ്റ്റിലോ? അപ്പൊ എന്താ റീൽ എടുക്കാൻ വന്നാണ്. അപ്പൊ നമുക്ക് നോക്കുക തന്നെ പരിപാടിയാണ്. റീലും കാര്യൊക്കെ അമ്മായിന്റെ കണ്ണർക്കലുണ്ടേ. അതുകൊണ്ട് നേരം വൈകി. എന്താ മോട്ടോ അവര് പറയാല്ലേ കണ്ണർക്കലിനെ പറ്റിയിട്ട്? അതോ അപ്പൊ ആദൂന് കൊയങ്ങിയാണ്. ഡോനിൽ ഐസ്ക്രീമായിട്ട് വന്ന് കുത്തിരിക്കണേ. ഞാൻ പറഞ്ഞാണ് വേണ്ടാന്ന്. തിന്നോളി അമ്മായിയെ. നിങ്ങൾ അതിലാതെ കൊയങ്ങിയിട്ടുണ്ടാവും. നിങ്ങളാണ് പാച്ചില്. ചായ ആണോ? അതിനെടുത്തോ തിന്നോ. തിന്നോ വലിക്കാണ്. അമ്മായി ഇതിന്ന് നിർത്തോ നിർത്തോ. ഇതൊന്നെടുത്തോ. ആണെങ്കിൽ തിന്നാ പോരെ. നിങ്ങൾക്കുള്ള കുട്ടികൾ അധികമാണ്. രസമുണ്ടാവും. ഇത് തിന്നാ മത്താവും. മധുരക്കട്ടയാണ്. അല്ല ചിപ്പപ്പോ എന്തേലും പോരേനു. കൊയങ്ങിക്കണേ. ഇജെന്തിനാ കൊയങ്ങിയത്? അപ്പൊ ഞങ്ങള് തിന്നട്ടെ. ഇതാണ് നമ്മളെ ടീഷർട്ട് കേട്ടോ. ഇതില് കാണുന്ന കളറേ അല്ല, കിളിപ്പച്ച കളറാണ്. ഇതിലൊരു യെല്ലോ ഷെയ്ഡ് മാതിരിയൊക്കെ നിങ്ങൾക്ക് കാണുക. പക്ഷെ ഇതല്ല കേട്ടോ. ഇതിലെങ്ങനെ കളർ അടിതെന്ന് വെച്ചാൽ അറിയണില്ല. വീഡിയോയില് കളർ കാണാൻ രസമല്ല, പക്ഷെ നേരിട്ട് കാണാൻ നല്ല രസമുണ്ട്. ഞാൻ ബെഡിൽ ഇങ്ങനെ നീട്ടി വെച്ചതാണ്. അപ്പൊ ഫ്രെയിമും കാര്യമൊക്കെ ഞാൻ ഓർഡർ ആക്കിയേക്കണം. എന്നാ കിട്ടുകയെന്ന് അറിയൂല. ഇനി ഫ്രെയിമും കാര്യമൊക്കെ കിട്ടിയിട്ട് വാങ്ങാൻ പോണേ. ഞാൻ വീഡിയോ കാട്ടിത്തരണ്ട് ഇൻഷാ അള്ളാ നാളെ. ബാക്കി വ്ളോഗ് നാളത്തെ ആവും കേട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞതിന് ഇന്നലെ ആ വീഡിയോ അങ്ങനെ വൈൻഡപ്പ് ആക്കി. ഇന്നിപ്പോൾ 1-ാം തീയതിയാണ്. എന്താ പാതിക്ക് എടുക്കണേ വെച്ചാൽ ഒരു ദിവസം തന്നെ ഒറ്റയ്ക്ക് കയ്യായിൻ്റെ കേട്ടോ. അല്ല ഞങ്ങൾ ചടപ്പിച്ചല്ല, വലിച്ചു കിട്ടുമല്ലോ കേട്ടോ. അപ്പോൾ ഇന്നലെ ഏതായാലും ഷർട്ടും കാര്യമൊക്കെ പോയി എടുത്ത് ഇന്നലെ എടുത്ത ഭാഗ്യം എന്താ വെച്ചാൽ ചെറിയാപ്പ് ഇന്ന് രാവിലെ പറയാതെ വന്നിക്കണം കേട്ടോ. ഞാൻ കൊണ്ടുവരാനും പാടെ പോയിട്ടില്ല. എല്ലാ പ്രാവശ്യം ഞാൻ കൊണ്ടുവരാൻ പോയിട്ടുണ്ട്. നീച്ച് റൂം വാതിലൊക്കെ തുറന്ന് പോയപ്പോണ്ട് ഒരാൾ പുറത്തു കൂടെ ഇങ്ങനെ കയറിയിരുന്നു. അപ്പം ഇന്നലെ എടുത്ത് വന്നാൽ നന്നായി. അതിനൊരു ഐഡിയ ഇല്ല കേട്ടോ. അതിനങ്ങനെ വാങ്ങിയിട്ട് പുറങ്ങാണ്. ആൾ നല്ല ഉറക്കാണ്. ഞാൻ ഒച്ചല്ലാതെ പോയി കാട്ടി തരാം. അപ്പം ഇനി ചെറിയൊരു കേക്ക് വാങ്ങണമെന്ന്. കുഞ്ഞേതില്ലേ ചെറുത്, അത് വാങ്ങണമെന്നുണ്ട്. ചെറിയൊക്കെ പറ്റുള്ളൂ. ഒക്കെപ്പാടെ പൈസ തികയില്ല. അപ്പോൾ അത് വാങ്ങണമെന്നുണ്ട്. നോക്കി നോക്കട്ടെ. ഞാൻ ചെറിയാപ്പൂനെ കാട്ടിത്തരാം. വന്നേക്കിന് കാരണം ഉറങ്ങാണ്. നമ്മളാള് കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരനായി വന്നിരിക്കുന്നു. സർപ്രൈസ് ആയി വന്നതാ. ഞാൻ വന്നപ്പോ ഇങ്ങനെ മുന്നിൽ ഞാൻ അടിയാണ് പോയി. അതാണ് സർപ്രൈസ്. ഞാൻ വെറുതെ ഒന്ന് വന്നു നോക്കിയതാ. ഇവിടെ സർപ്രൈസ് കൊണ്ട് കാര്യമില്ല. ഞങ്ങള് വീഡിയോ എടുത്തേ. അപ്പൊ എടുക്കാൻ നന്നായി. എടുത്ത് കഴിയുമ്പോ എക്സ്പ്രഷൻ കണ്ടാണ് പോലും പറയാ അത് നാടകമാണ്. അക്കുള്ള എക്സ്പ്രഷൻ ഇങ്ങനെ കണ്ടവാ എപ്പോഴാ വന്നത്? എന്താ പറയാതെ വന്നേ ആലോചിച്ച്. അതന്നെ നോർമലായിട്ട്. എന്താ പറയാ, അത് നാളെ ആനിവേഴ്സറി ആണ്. ചെറിയാപ്പൂന്റെ ഒക്കെ ഡയമണ്ടോ അത് മതിയോ? ഒന്നും വാങ്ങൂല. 9-ാം തീയതി കല്യാണത്തിന് ഡ്രസ് എടുക്കണ്ടേ? അതുകൊണ്ട് ആനിവേഴ്സറിക്ക് ഒന്നും എടുക്കുന്നതല്ല. എന്താ എന്തായാലും ഒന്നും എടുക്കണ്ടേ? അപ്പൊ കല്യാണത്തിന് 9-ാം തീയതി കല്യാണം. നിങ്ങളൊന്നുമില്ല. 9-ാം തീയതി കല്യാണല്ലേ? അപ്പൊ ഡ്രസ് എടുക്കണില്ല എല്ലാവർക്കും. അത് മതി. ആർഭാടം വേണ്ട. എന്താ ആർഭാടം? ഇപ്പോഴൊരു സാധനം അപ്പോഴൊരു സാധനമാകുമ്പോ നല്ല ചെലവാ. എല്ലാവരും ഡ്രസ് എടുക്കാൻ ചെലവാക്കൂല. ശരിയൊക്കെയല്ല.
9-ാം തീയതി ഒന്നുണ്ട്. എന്തിനാ വെറുതെ ആനിവേഴ്സറിക്ക് നമ്മള് കൂടുതലായിട്ട് ഇതാക്കുന്നത്? ഇതിനെടുത്താല് അന്നൊക്കെ എടുക്കൂല. അങ്ങനെ തന്നെ. എന്താ തിരുപ്പൂരത്തൊക്കെ പാട് പറ കൊറേ നിങ്ങള് കണ്ടിട്ട്? ഇല്ല, 15 ദിവസം 16 ദിവസമായിട്ടുള്ളൂ. അപ്പത്തേ ഒന്നു പറയ്. തിരുപ്പൂരില് പാട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ദീപാവലി കഴിഞ്ഞോണ്ടൊരു മോശമാണ്. അപ്പൊ പിന്നെ അവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല, അപ്പോൾ പോന്നാണ്. അവിടെ ഇല്ലോൽക്കൊക്കെ ആനിവേഴ്സറിന്റെ ചെലവ് വാങ്ങി കൊടുത്താണ്. ആർക്ക്? മന്തി നിഷാദാക്കാക്ക്. എല്ലാരും രാത്രി തിന്നാൻ പോണത് പോയി, അത്രേ ഉള്ളൂ. ചെലവ് പേരെന്താ? ആനിവേഴ്സറിക്ക് ചെലവെന്ന് പറഞ്ഞു. അങ്ങനെയല്ല, ഓലിങ്ങനെ എന്താ പറഞ്ഞ യൂട്യൂബ് വരുമാനം കിട്ടണല്ലേ, അത് ചെലവ് ചെയ്യുന്ന പറഞ്ഞാണ്. പേരിനൊറ്റ കിട്ടണുണ്ട്, കാണാനില്ലേന്ന് കാണാനില്ല. ചോദിച്ചുമ്പോ പറയാൻ പറ്റൂല അങ്ങനത്തെ അവസ്ഥ. നാട്ടുകാർക്കൊക്കെ ചെലവ് ചെയ്തേക്കണേ. അമ്മക്കൊരു അല്ലേ അമ്മക്ക് 10 രൂപ മുട്ടായി 5 നിങ്ങളപ്പൊ നടക്കണ്. 10 രൂപ മുട്ടായി അതിന് പ്രശ്നമൊന്നുമില്ല. 10 ആക്കണ്ടേ, 20 തന്നെ പിടിച്ചു. ഇപ്പൊ നേരം ഏകദേശം 5 മണിയായിട്ടോ രാവിലെ. പിന്നെ അത് സാധാ ഡെയിലി വ്ളോഗ് അല്ലല്ലോ, അതാണ് ബാക്കി നിർത്തിനി ഇപ്പൊ ചോറും എടുക്കണൊക്കെ. അപ്പൊ എന്താ പരിപാടി വെച്ചാൽ ചെറിയാപ്പൂനെ എങ്ങനെയും ഇടക്കിടക്ക് കൊണ്ടുപോകണം. ഞാൻ ഇപ്പൊ ഏതുണ്ടാക്കി എന്താ വെച്ചാൽ ആദ്യം മുടി വെട്ടാൻ പോവാണ് എന്ന് പറഞ്ഞാൽ കൊണ്ടുപോകണം. കാരണം ഓനെ മുടി വെട്ടാൻ കേൾക്കുമ്പോ എനിക്ക് ചെറിയാപ്പൂന്റെ വണ്ടി എടുത്തിട്ട് വേണം എനിക്ക് ഒരു കുഞ്ഞ് കേക്ക് വേൾഡ് എന്നൊക്കെ ഓർഡർ ആക്കിയേക്കാണ്. ഒരു 200 റുപ്യന്റെ കുഞ്ഞ് കേക്ക് കിട്ടോ, 150 200 റുപ്യന്റെ. അപ്പൊ ഓലോട് 5 മണി 5:30 ആകുമ്പോൾ ഞാൻ സെറ്റാക്കാൻ വന്നിക്കണം. അപ്പൊ വണ്ടി കയറുമ്പോൾ എന്റെ കൂട്ടാറ്റി അവിടെ വന്നിക്കണം, വരും വെച്ചിട്ട് എന്നെ വിളിച്ചിരിക്കുന്നത്. ഞാൻ അങ്ങനെ പറഞ്ഞ ഞാൻ പോവും. എന്നിട്ട് സാധനം വല്ല ഡിക്കിയൊന്നും പിന്നെ നോക്കൂലല്ലോ. പിന്നെ കൊണ്ടുവന്ന ഇവിടെ എവിടെയും വെക്കാം. ഇപ്പൊ ഞാൻ ഡ്രസ്സിന്റെ അൽമാരിയിൽ വെച്ചിരിക്കുകയാണ്. ഞാൻ കാര്യക്കാരെ ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുകയാണ്. അതാണ് ഡ്രസ്സ്. ഈ പെണ്ണുങ്ങളായിട്ട് നമ്മളായിട്ട് എന്തൊക്കെ സാധനം ഉണ്ട്, ഏതൊക്കെയുണ്ട് ഐറ്റങ്ങൾക്ക് അറിയൂലല്ലോ. നമ്മള് ഓലെ നിരീക്ഷിച്ചാൽ നമ്മള് ഇങ്ങോട്ട് നിരീക്ഷിച്ചില്ല, എന്തുണ്ടാവില്ല. അതെന്തായാലും കുടിച്ച് വലിച്ചൊന്ന് ഇടക്കര കൊണ്ടുപോട്ടെ. എന്നിട്ട് അവിടെ എത്തിയിട്ട് ഞാൻ കേക്ക് വാങ്ങണമെങ്കിൽ കാട്ടിത്തരാം. ആളവിടെ നിർത്തിയേക്കണ്, മൂപ്പർക്ക് ഒറ്റ അറിയില്ല. അപ്പൊ കല്യാണത്തിന് ഡ്രസ്സ് എടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ പോവാൻ നിൽക്കണം. അങ്ങനെ നമ്മള് കേക്ക് വാങ്ങാൻ വന്നാണ്. ഓല അവിടെ നിർത്തിയേക്കണ. ആ ക്യാപ്പിൽ ഞാൻ വന്നാട്ടോ. എന്താണ് കേക്ക് പോയൊക്കെ ഓർഡർ അയക്കണെന്ന് പറഞ്ഞേക്കണം. പേക്കാക്കിക്കോളെ. എന്താ അനങ്ങൂലല്ലോ. നമ്മള് കേക്കും കാര്യമൊക്കെ കിട്ടിയിക്കണ കാക്ക വിലക്കുറവില് തന്നിക്കണ് കേട്ടോ. 100 റുപ്യക്ക് അമ്മക്ക് ഈ കേക്ക് സെറ്റാക്കി തന്നിക്കണ്. കാണാൻ നല്ല ചൊറുക്കുണ്ട്. അവിടുന്നാണ് നമ്മള് വാങ്ങിയത്. കേക്ക് വേൾഡ് ബർത്ത്ഡേക്കും എല്ലാത്തിനും ഇവിടെ തന്നെ കേട്ടോ വാങ്ങല്. അപ്പൊ നമുക്ക് ഏതായാലും ഇനി പെരീന്ന് കാണാം. അങ്ങനെ പരിപാടിയും കാര്യമൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ രാത്രിനായിട്ട് ഏകദേശം 12 മണി ആവാനായിട്ടോ. 12 മണി ആയിക്കണം. എല്ലാവരും കടന്നു തുടങ്ങി. മാതിരിയാണ് കേട്ടോ. ഇന്നത്തന്നെ ഇങ്ങോട്ട് നടുന്റെ അടിച്ച് കാണുന്നുണ്ട്. അമ്മ ചെറിയാപ്പോയി ചെറിയാപ്പൂരെന്താ ആനിവേഴ്സറി. ചെറിയാപ്പ തൊള്ളി പൊലിച്ചോർക്കണം. മറ്റോനൊക്കെ തൊള്ളി പൊലിച്ചോർക്കുന്നുണ്ട് കേട്ടോ. നട്ട പാതിരയാണ്ട് നോക്കാ നീച്ചുവോ നീച്ചുവോ നോക്കേ നീച്ചുവോ നീച്ചൂല. അപ്പൊ ഇതിനെ നീച്ച് സെറ്റാക്കിയത് കാണല്ല. നീച്ചലുണ്ടാവില്ല. ചെറിയ പോവോ നോക്കാ. ആരെ വന്നിക്കണോ ഈ പൊട്ടങ്ങളൊക്കെ കൂട്ടുകാരന്മാരെ വന്നിക്കണ്. കേക്ക് ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിന്. അത് നീച്ചിട്ടില്ല കേട്ടോ. തൊള്ളൊളിച്ചോർക്കാണ്. കേക്കിന് എല്ലാം തുറന്നിട്ട് ഞാൻ കാട്ടിത്തരട്ടോ. അതിന്റെ സുപ്രഭാതം ബിഗ് ബോസ്. സുപ്രഭാതം
എന്തറിയാവോ എന്തിനാ നിങ്ങളെ വിളിച്ചേ? എന്താ കാര്യം പറയാ? എന്തിനാ നിങ്ങളെ വിളിച്ചേ? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? നമ്മളെ കല്യാണം കഴിഞ്ഞ് അല്ല എന്താ ചാണകത്തെ ചവിട്ടിയ എക്സ്പ്രഷൻ നല്ല ജയിക്കും അറിയും വിളിച്ചോടുത്തി മിച്ചു കാര്യം വേണ്ടേ? ശരിക്കും പറയുന്നതൊക്കെ താല്പര്യമില്ലാത്ത ഉറങ്ങി കിടക്കണ ആളെ വിളിച്ചോണ്ടിട്ട് എന്ത് പറയാനല്ലേ? ഇന്നാണ് ആ ദിവസം. ഞാൻ ജീവിതത്തിൽ എന്ത് തീരുമാനം ജീവിതത്തില് ഏതൊരു തീരുമാനമാണോ നമ്മള് ആലോചിച്ചെടുക്കേണ്ട തീരുമാനം, അത് ഞാൻ ആലോചിക്കാതെ എടുത്ത തീരുമാനം എന്നാണ്. ഇതൊന്നല്ലേ എന്നോട് പറഞ്ഞു നിങ്ങള് ചക്കര ജില്ല വെക്കാൻ കഴിയൂല പറഞ്ഞത് ഇപ്പൊ കെട്ടി 5 കൊല്ലായപ്പോ. സോറി, എത്രാമത്തെ ആനിവേഴ്സറിയാ? ഞാൻ പറഞ്ഞോട് സുഖാണല്ലോ. ഇതിന് മുന്നേ ചെയ്തിരുന്നു. എന്തെങ്കിലും വാങ്ങി തന്നിങ്ങനെ? വാങ്ങി തന്നിട്ടില്ല. പണ്ട് ഡ്രസ് ആനിവേഴ്സറി കഴിഞ്ഞിട്ടല്ലേ? ആനിവേഴ്സറിക്ക് കഴിഞ്ഞിട്ടല്ലേ? ആനിവേഴ്സറിക്ക് അന്ന് ഞാൻ ഗൾഫിലല്ലേ? തന്നില്ലേ? അല്ല, അപ്പൊ ഈ 12 മണിക്ക് ചോദിച്ചാ വിളിച്ചു. നിങ്ങൾ ആദ്യമായിട്ടല്ലേ എന്റെ കയ്യില് കിട്ടും. നിങ്ങൾ ഇന്ന് വരുന്ന വെച്ചറിയില്ലല്ലോ. വന്നോണ്ട് എന്തായി 12 മണിക്ക് നീച്ചാണ് ആ ഒന്ന് കൂട്ട്. നിങ്ങളിപ്പോ കാര്യമായിട്ട് മനസ്സിൽ തട്ടിയ കഥ അറിയുമ്പോ തൊഴിൽ വലിച്ചാ നിക്കുക. 5 വർഷമായി ആനിവേഴ്സറി കഴിഞ്ഞു. അൽഹംദുലില്ലാ സുഖമായിട്ട് പോകും. ഓക്കെ അല്ലേ? ഒരു കാര്യമില്ല. ആദ്യമായിട്ടാണോ ആനിവേഴ്സറിക്ക് ഒപ്പം ഉണ്ടാവണ്? ആണോ അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ വർഷങ്ങൾ അവിടെയല്ലേ? തിരുപ്പൂര്. ആദ്യമായിട്ടാണ് ആനിവേഴ്സറി ഒരു സംഭവമല്ല. ഉറക്കാണ് ഇപ്പൊ നട്ടപ്പോ സംഭവം. ആനിവേഴ്സറി ഒക്കെ വരുമ്പോ ഇതൊന്നും ഞാൻ കട്ടാക്കൂല. അതിന് വലിയ എന്തൊക്കെ വിശേഷങ്ങൾ വരുന്നത്? ആനിവേഴ്സറി ഒക്കെ ഒരു വിശേഷമാണോ? കുട്ടിങ്ങിയ ദിവസം ആരെങ്കിലും മറക്കോ? ചെറിയപ്പോ കല്യാണം കഴിഞ്ഞിട്ടുള്ള ലൈഫ് വേറെ, കല്യാണം കഴിഞ്ഞതിന് മുമ്പുള്ള ലൈഫ് വേറെ. ഇതൊന്നും രണ്ടാണ്, കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇതൊന്നും ആരൊന്നും വിചാരിച്ചോ ഉറക്കപ്പിച്ചത്തെ ഡയലോഗ് മാത്രം. മറ്റോ നോക്കി ഞാൻ നഫ്സി പറഞ്ഞുണ്ട്. അല്ല, നിങ്ങൾ ഉറക്കപ്പിച്ച് മാറണമെങ്കിൽ എത്ര നേരമാവും? ഇനിയിപ്പോ ഉറങ്ങണില്ല. അപ്പൊ ഇന്ന് നേരം വെളുക്കോളം നമ്മളിങ്ങനെ ഒത്തിരിക്കും. നമ്മളല്ല, അങ്ങനെയാണോല്ലോ ഇപ്പൊ പുതിയ നിയമം, ഉറങ്ങാൻ പാടില്ല. കണ്ണൊക്കെ നമ്പർ 2 എന്നാണ് ഞങ്ങൾ ആനിവേഴ്സറി. അപ്പൊ ഗൈസ് കേക്ക് മുറിക്കാം. ഞമ്മളാക്ക് കേക്ക് കൈ കൊടുത്തു. എന്താ പറയാ പേരിക്കണേ? ഹാപ്പി 5th ആനിവേഴ്സറി മൈ ലവ്. ഓർക്കനെ പറഞ്ഞോടി, എന്ത് താല്പര്യമില്ലാത്തത്. ഒരു കുഞ്ഞു കേക്ക്, ഒരു കൈയിന്റെ ഉള്ളിലുള്ളൂ ഇട്ടത് അല്ലേ? കുഞ്ഞു കേക്കല്ലേ? ഇതൊക്കെ ഞാൻ ഓർഡറാക്കി. രസല്ലേ? ഞാനൊരു പൈസ അല്ല, ദാരിദ്ര്യാണ്. ഞങ്ങള് കേക്ക് കുടിച്ചിട്ട് ആദ്യം ഉറങ്ങി പോയിട്ട് ഓനെ കുടിച്ച് വെക്കാൻ കിട്ടിയില്ല. നാളെ രാവിലെ നമുക്ക് ഇതിന്റെ പീസ് ബാക്കി കൊടുക്കാം. അങ്ങനെ ഉറങ്ങി കിടക്കണ മാപ്പിലേക്ക് നമ്മളെ നീപ്പിച്ചിട്ടുണ്ട്. ഇതൊന്നും കണ്ട് നമ്മൾ കളരാൻ പാടില്ല. എന്തെങ്ങൾക്ക് പറയല്ലേ? ഇച്ചപ്പോ എന്തെങ്ങൾക്ക് പറയല്ലേ? 5 കൊല്ലം നിങ്ങളൊപ്പം നടന്നിട്ട് എന്ത് പറയണ? അൽഹംദുലില്ലാ. വേറൊന്നും ഒരറിയല്ലേ? അതിലൊക്കെ ഉണ്ട്.
കൊറേ കച്ചറ ഉണ്ടായിക്കണ്, കൊറേ സന്തോഷം ഉണ്ടായിക്കണ് അല്ലേ, കൊറേ പിന്നുണ്ടായിക്കണ്. ഞാനൊക്കെ ഞാൻ ഇൻട്രോൾ ചെയ്യാൻ പറഞ്ഞിരുന്നു. അതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ്, ഇനിയും ഉണ്ടാവും, അത് നോക്കണ്ട. ഇതിനെ മാണ്ടറിഞ്ഞ് പോയാലോ എന്ന് 1000 വട്ടം ചിന്തിച്ചു. എന്താണ് അണക്കല്ലോടത്തെ ഉണ്ടാവുള്ളൂ, അതാണ് പണക്കല്ലോടത്തെ ഉണ്ടാവുള്ളൂ. ഞാൻ പറഞ്ഞാണ് ശരി, പറഞ്ഞത് അണക്കല്ലോടത്തെ പണക്കുണ്ടാവുള്ളൂ. സ്നേഹല്ലോടത്തെ രണ്ടും കണക്കാണ്. രണ്ടും കണക്കാണ്. അപ്പൊ ഇത് മാണ്ടാൻ പറ്റൂല. പക്ഷെ രണ്ടിനും രണ്ടും ഇല്ല നിക്കാൻ കഴിയൂല. ഞാനല്ല നിങ്ങക്ക് കജ്ജുവോ? അൽഹംദുലില്ലാ. അതുകൊണ്ടല്ലേ ഇപ്പൊ പറയണേ, നമ്മളെന്തില് പറയണില്ലേ, പിന്നെ എങ്ങനെ പറയാ, നമ്മളെ സൃഷ്ടിച്ചത് ആണിന്റെ, നമ്മളെ ഇടാനൊക്കെ സൃഷ്ടിച്ചിരിക്കണ അങ്ങനെയാണ്. നട്ടെല്ലാം ഉണ്ടോ? എന്താ ഞാനും ഓർഡർ ആക്കിട്ട് തിന്നണ്ടേ? ഫ്രിഡ്ജിക്ക് വെച്ചടേ ഇന്നെ ഒക്കെ തിന്നൂലേ ഇപ്പൊ. രാത്രി 12 മണിക്ക് കേക്ക് നടക്കാറ്. നാളെ ഞാൻ ഇല്ലെങ്കിലോ തിന്നേലും മരിച്ചണ്ടേ? ആണ്ടേ? അല്ല, ഇതിനാണ് ഇപ്പൊ വിളിച്ചിരിക്കണത്. ഇതാണ് ആനിവേഴ്സറി, ഇത്ര ഉള്ളോ? ഞാൻ നിങ്ങക്ക് ഗിഫ്റ്റ് തന്നോ? തന്നോ? കേക്കോ? അല്ല, ഞാൻ അത്രയും കാലമായിട്ട് ആനിവേഴ്സറി ആഘോഷിക്കാം. എന്റെ മൈൻഡിൽ തന്നെ അല്ല ആനിവേഴ്സറിന്റെ കാര്യം. ഞാൻ ഇല്ല, നമ്മൾ ആഘോഷിക്കണം ഒരു വട്ടം. എന്നാ ആഘോഷിക്കണേ? അന്ന് തന്നെ. അന്ന് എനിക്ക് ഡ്രസ്സ് ഗൾഫിൽ ഞാൻ കൊടുത്തേച്ചാലേ, ഇത് കുയിന്താട്ടിട്ട് കൊടുത്തേച്ചാലേ. മോള് കുയിന്താട്ടി എന്റെ കൂട്ടുകാർക്ക് ആനിവേഴ്സറി ഒക്കെ ഞാൻ ഈ വരച്ച ചിത്രല്ലേ ഇങ്ങക്ക് അയച്ചൊന്നു, അതിൽ നിങ്ങൾ 6 റിപ്ലൈ തന്നു. അതിൽ ഞാൻ ചോദിച്ചു എന്താ സ്പെഷ്യൽ ഇല്ലാത്ത ഇങ്ങക്കൊക്കെ വിട്ടെന്നിട്ട് എത്തി വെച്ച് ഞാൻ സ്റ്റാറ്റസ് ഇട്ടിന് ഹാപ്പി ആനിവേഴ്സറി. ഞാൻ പോയി ഡിലീറ്റ് ആക്കി. ഞാൻ ആ ഫോട്ടോ എന്നിട്ട് എവരി വൺ ഓടിച്ചു. ഹാപ്പി ബർത്ത്ഡേ ആനിവേഴ്സറി ഇതൊന്നും ഞാൻ മൈൻഡ് ചെയ്യലില്ല. ആദ്യം അങ്ങനെയാണ്. അല്ലേ, കല്യാണം കഴിഞ്ഞ് 90 ആവുമ്പോഴാണ് ഞങ്ങൾ ഒരു കൊല്ലത്തെ ആനിവേഴ്സറി. അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കണം, നിങ്ങൾ മൂപ്പരാക്ക് പാലും തട്ടി ഗൾഫ് കഴിക്കണ്, എന്നൊരു ആനിവേഴ്സറി ഒരു വിചാരിച്ചൂലേ? പുതിയ 2K ആണ്, അതുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത്. ഞാൻ 90s ആണ്. അങ്ങനെ വേണം. നിങ്ങൾ ഇനി ഗൾഫിൽ പോയാൽ നിങ്ങൾ അറിയാതെ ഞാൻ ഗിഫ്റ്റ് കൊടുത്തേക്കില്ലേ? ഇല്ലേ? ഗിഫ്റ്റ് കൊടുത്തേക്കണ പോട്ടെ, ഉണ്ടോ? ഇല്ലേ, ഗിഫ്റ്റ് കൊടുത്തേക്കണം. ഞാൻ പറയണത് ആനിവേഴ്സറി ബർത്ത്ഡേ അല്ല. പക്ഷെ നിങ്ങള് എന്തിനാ കൊടുത്തേച്ചു? പക്ഷെ ആ കിട്ടി കഴിയുമ്പോ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവൂലേ? അത് വിചാരിച്ചാതെ അന്നപ്പോ നിയാസ കാക്കങ്ങളെ കജ്ജിൽ നിന്നപ്പോ എന്റെ പെണ്ണുങ്ങളെ എന്ന സാധനമാണ് നിങ്ങളെ കജ്ജിൽ തന്നപ്പോ നിങ്ങൾക്ക് ഉള്ളില് സന്തോഷം ഉണ്ടായില്ലേ? ആ സാധനമാണോ അതിപ്പോ ആനിവേഴ്സറിക്ക് തന്നെ അയക്കണമെന്നുണ്ടല്ലോ. അത് ആനിവേഴ്സറിക്കല്ലല്ലോ അയച്ചത്. മറ്റേക്ക് അയക്കുമ്പോ അങ്ങനെ അതിപ്പോ ആനിവേഴ്സറിക്ക് തന്നെ ഗിഫ്റ്റ് കൊടുക്കണം. അപ്പൊ നമ്മളെ മനസ്സിൽ കരുതി നിക്കൂലേ, ആനിവേഴ്സറി ആകാനായിക്കണ ചെന്തയിലൊക്കെ തിരികാരം ഒന്നും കിട്ടില്ല. നവംബർ 2 എനിക്ക് എന്നെ കിട്ടിയില്ലേ, അതാണ് എനിക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റ്. ഇനി എനിക്ക് കിട്ടാനും അങ്ങനത്തെ ഒന്നും കിട്ടാനും ഇല്ല, ഒന്നുമില്ല. അതാണ് എനിക്ക് ഏറ്റവും വലിയ ഗിഫ്റ്റ്. എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ? ഞാനോ ആരടുത്തൊന്നും ഒന്നും എക്സ്പെക്ട് ചെയ്യരുത്, അതാണ് ജീവിതം. നിങ്ങളേതന്നെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. 5 കൊല്ലം ഞങ്ങളിപ്പോ ടോട്ടൽ അറിയാൻ തുടങ്ങിയത് 8-10 കൊല്ലായിട്ട്. പോവാ ഞങ്ങൾക്കൊരു കണ്ണും പോവോ ചുമ്പുവോ? കണ്ണുറന്നാ കുറ്റം കിട്ടും. തുറക്കരുതേ, ശരിക്കും ചുമ്പ്, നേരെ ഇരിക്ക് ചുമ്പ്. നമുക്ക് നോക്കി ചുമ്പ്, ശരിക്കും ചുമ്പ് കേട്ടോ. എന്നാലും രസം നോക്കല്ലേ. മോതിരം ആണോ അല്ലെങ്കിൽ പേഴ്സ്? മോതിരം അല്ലെങ്കിൽ ഇതാണ് കിളിപ്പച്ച പറയാനല്ലേ. ആരാ രസമുണ്ടെങ്കിൽ രസമുണ്ട്, അതിന്നില്ലെങ്കിൽ അയാള് പോയി മാറ്റാൻ പറഞ്ഞാണ്. വിലയൊക്കെ ഉണ്ട്, ഞാൻ നോക്കണ്ട. എങ്ങനെയുണ്ട് കാര്യം? അറി കളറ് പറ്റിയേക്കണോ? മാറ്റണോ? ഒരാളെ ഇഷ്ടപ്പെട്ട സാധനം പിന്നെ ഇട്ടൊടുത്ത സാധനമൊക്കെ ഞാൻ എടുത്തൊടുത്ത അല്ലേ? ഞാൻ എനിക്കൊന്നും എടുത്തൊന്നില്ലല്ലേ. അങ്ങനെയല്ല, ഇത് രസം നിങ്ങൾ വിചാരിച്ചു എന്റെ അടുത്ത് ഇത് കിട്ടുന്നു.
അപ്പൊ ഞാൻ പറയാം ഞാൻ ആനിവേഴ്സറി ഒന്നും ആഘോഷിക്കലില്ല. അതൊന്ന് ഇട്ടോ, അതിട്ടോക മേലെ കൂടെ. മതി ഉറങ്ങ. അപ്പൊ ഓക്കെ, അസ്സലാമലൈക്കും. ആനിവേഴ്സറി ഞാൻ ആഘോഷിക്കലില്ല, ഇപ്പോഴും ആഘോഷിച്ചിട്ടില്ല. ഓള് ഇതാ വാങ്ങി വെച്ചിരിക്കണം. ഇനിയിപ്പോ എന്റെ അടുത്തൊന്നും കൊടുക്കാനും ഇല്ല എന്റെ അടുത്ത്. തൽക്കാലത്തിന് വീഡിയോ വൈൻഡപ്പ് ആക്കണം. അപ്പൊ ചെറിയ സങ്കടമൊക്കെ ഉള്ളിൽ വെച്ചെങ്ങാണ്ട് ഓള് മടക്കിയൊക്കെയാണ്. ഓൾക്കൊന്നും കിട്ടാത്തതിന്റെ പരാതിയില്. നമ്മക്ക് ഏതായാലും മെച്ചായി. ഒരു ടീഷർട്ട്, നല്ല ഉഷാർ ടീഷർട്ട് ഇട്ട് ഞാൻ ഇപ്പൊ എന്താ കല്യാണത്തിന് ഇടാന്ന് വിചാരിച്ചിരിക്കണേ. അതുകൊണ്ട് പിന്നെ വേറെ എടുക്കണ്ടല്ലോ. ഇന്ന് വേഗം മടക്കിയൊക്കെ നമുക്ക് എടുക്ക. உன்னத்தான பாத்துக்க நான் இங்க காத்திருக்கேன், நெஞ்சு ஏங்கிருக்க. உன்னை பார்க்க வானத்தை தாண்டியும் வந்து என் காதல காமிப்பேன் ഇത് കണ്ണൊന്നും പൂട്ടണ്ട. എങ്ങനെയുണ്ട്? உன்னத்தான பாத்துக்க நான் இங்க காத்திருக்கேன், நெஞ்சு ஏங்கிருக்க. உன்னை பார்க்க வானத்தை தாண்டியும் வந்து என் காதல காமிப்பேன் സാറായില്ലേ? അത് സാധനം കിട്ടിയില്ലേ? ഞാൻ സാധാരണ വാങ്ങലില്ല. ഇപ്രാവശ്യം ഞാൻ തന്നെ അവിടെ നിന്ന് കേട്ട് പോന്നേക്ക. അതുകൊണ്ട് എന്താ നമുക്ക് നല്ല ഇത് ഉമ്മ വാങ്ങിച്ചാട്ടോ. ഞാൻ ഉമ്മാക്ക് വിളിച്ചറിയാൻ 2 ദിവസം മുമ്പ് ഇറക്കര പോവാണെങ്കിൽ ചുരിദാർ വാങ്ങിയാണ്. ഞാനും ചെറിയപ്പോ കിളിപ്പച്ച വാങ്ങിയപ്പോ ഞാൻ കിളിപ്പച്ച, ആറ് കിളിപ്പച്ച, ഞങ്ങൾ 3 ആക്കും ഒരേ മാതിരി വാങ്ങണമെന്ന് വിചാരിച്ചു. ഇപ്പൊ ഫ്ലാറ്റ് എത്തിയോണ്ട് ചെറിയാപ്പ് ഏതാ എനിക്കറിയില്ല. ഞാൻ തന്നെ എടുത്ത് കാണാൻ രസമുണ്ടല്ലോ. ഒന്നും കൂടി മൊഞ്ചനാവും ഞാൻ. അപ്പൊ ഗൈസ്, എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ പെണ്ണുങ്ങൾക്ക് ബേ സാധനങ്ങളും വാങ്ങിക്കൊടുക്കുക. ജോലി അമ്മക്ക് വാങ്ങിയിട്ട് നമ്മൾ ഓർക്ക് വാങ്ങിയിട്ടില്ലെങ്കിൽ പിന്നെ ആ കൊയിന്നും കൂടി നമ്മൾ നോക്കണ്ടേ. ഇനിയുണ്ടോ ആ സർപ്രൈസ് എപ്പോഴാ? നമ്മൾ പോയി വന്ന് നമുക്ക് സാധനവും കാര്യമൊക്കെ കിട്ടിയിരിക്കുന്നു കേട്ടോ. ഇതാണ് നമ്മൾ ഫ്രെയിം ഓർഡർ ചെയ്തത്. കിട്ടാ ഇന്ന് 2-ാം തീയതി ആയപ്പോഴാണ് കിട്ടിയത്. ചെറിയപ്പണി അങ്ങോട്ട് വിളിച്ചിരിക്കുന്നത്. ഇവിടെയാണ് ബാ വളം കുടിച്ച. നമ്മൾ വിശ്വാസമൊക്കെ കഴിഞ്ഞപ്പോ വരുന്നുണ്ട്. എന്താ എങ്ങട്ടാ? വീഡിയോയോ? ഇങ്ങൾക്ക് ഉണ്ടാവോ? മറ്റേ സ്വപ്നത്തിലും പാടെ ഉണ്ടാവൂല മാതിരി ആനിവേഴ്സറി. ഫോട്ടോ ഫ്രെയിമാണ്. അതെ ഇതാക്കണേ ഏരിച്ചാണ്. ഏകദേശമൊക്കെ പൊളിച്ച് കഴിഞ്ഞ് രണ്ടെണ്ണം ഒന്നും പാടുണ്ടാവും. മറ്റേ ബാറ്ററി പോലെ ഉള്ള സാധനം ഉണ്ട് പറഞ്ഞാൽ എന്തെങ്ങള് അതവിടെ ഇത് കളയല്ലോട്ടോ. ഇതിന്റെ ഉള്ളിലുണ്ട് കേട്ടോ. നമ്മള് ഫ്രെയിം വരുന്നത് തൊറ അതാ അതിന്റെ ബാക്ക്. ഞാൻ കണ്ടേക്കണ്. ഞാനല്ല ഇപ്പൊ ഈ ഫോട്ടോ മതിയായിരുന്നു ഓർഡർ കൊടുത്ത്. ഏത് ഫോട്ടോ ആവുന്ന അറിയോ? ഞാൻ കണ്ടല്ലേ എവിടെ സ്റ്റാറ്റസ് എന്തോ കണ്ടില്ലേ? അങ്ങനെ ഉണ്ടല്ലേ.
എന്താണ് പെരാത്തത്? वादा हो शीशा हो धागा हो सांसें हो टूटे बिना बोलो कब तक रहने दे. ഈ ഫോട്ടോ കാണാ ആദൂന്റെ പോസിങ് ആണ് അതില് പൊള്ളി അല്ലേ? മുന്നെടുത്താണ് പിന്നെ ചെയ്ത് പറഞ്ഞെടുപ്പിച്ച. ഇതാണ് ഗിഫ്റ്റ്. ഓ ഉണ്ടോ? നിങ്ങളുണ്ടോ? ബാറ്ററിയോ? ക്ലോക്കിന് ബാറ്ററി ഇടാനേ. എന്താണ് ഐഡിയ ഉണ്ടോ? ഞമ്മക്ക് ഇതൊന്നും കിട്ടിയില്ലല്ലോ. ഇനിയിപ്പോ എന്താ ഐഡിയ ആണ് ഇതിന്? ഞാനിപ്പോ ഇതൊക്കെ ആദ്യമായിട്ടല്ലോ. ആ ഫോട്ടോ ആണ് അരിഞ്ഞു കളഞ്ഞത്. ഇതൊക്കെ വെള്ളം ഇങ്ങനെ കാണണ്ടേ. തോറ ഇതാ वादा हो शीशा हो धागा हो सांसें हो टूटे बिना बोलो कब तक रहने दे. बीते उजालों के ख्वाबों ख्यालों के झूठे खिलौनों से कब तक बहनेंगे. സൂപ്പറായില്ലേ? രസല്ലേ? രസം. അതാ പറ്റിയേ? എന്തേ? അല്ല അത് രസമല്ല ഇതിന്റെ എന്തേ കാര്യമായിട്ട് നോക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്തേലും എവിടെയെങ്കിലും ഒരു ഐഡിയ നിങ്ങൾക്ക്? ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്നു ഞാൻ വിചാരിച്ചിരുന്നു. എത്ര ഇങ്ങനെ വരുന്നൊന്നും വിചാരിച്ചിട്ടില്ല. ചെറുതായിട്ട് 4 ദിവസം കൂടി പിന്നാലെ വിചാരിച്ചിട്ടില്ലല്ലേ? അപ്പൊ ഇന്നത്തെ വീട് അതിന്റെ പകല്ലേ? അതങ്ങനെ അപ്പൊ അങ്ങനെ നമ്മുടെ ആനിവേഴ്സറി ആകാശാണ്. ഇതൊക്കെ ആദ്യമായിട്ടാണ്. 5ാമത്താണ് കാര്യങ്ങളൊക്കെ കിട്ടണത്. നോക്കി ഇപ്പോഴും അത് മറിച്ചടിച്ചിട്ടുണ്ടോ? 3ഉം 1ഉം 2ഉം 3ഉം 4ഉം ആഘോഷിച്ചിട്ടില്ല. 5 ആഘോഷിച്ചു. ഏതോ ഒരു വട്ടമൊക്കെ ഡ്രസ് ഇട്ട് കുയിന്ത കാട്ടിട്ടുണ്ടോ? മറ്റേ എന്റെ കൂട്ടുകാരികൾക്കൊക്കെ ആനിവേഴ്സറി ഇല്ല, ഒന്നുമില്ല. ഇല്ലത് പറഞ്ഞിട്ട് ഞാൻ ഇൻട്രോ ചെയ്യാൻ പറഞ്ഞ ഗിഫ്റ്റ് വെച്ച ഫോട്ടോ അയച്ചു തന്നിട്ട് എന്തോ ആണോ കണ്ടിട്ടൊന്നും എനിക്ക് റിപ്ലൈ ഒന്നുമില്ല. ആന്ന് പറഞ്ഞറിയാം. ആ പറഞ്ഞെങ്കിലൊന്നും ഞാൻ ഡിലീറ്റ് ആക്കി പോയി. സ്റ്റാറ്റസ് ഡിലീറ്റ് ആക്കി എല്ലാം. ഇപ്പൊ നോക്കാം ഇപ്പോഴും നീക്കി കളിച്ചാണല്ലോ അല്ലേ? അതാണ് അങ്ങനെ പറഞ്ഞു. അപ്പൊ ഇന്നത്തെ വീഡിയോ വലിയ പതിയല്ലേ? അപ്പൊ ഞാൻ അടുത്ത വീഡിയോ കാണാം.